അഭിപ്രായങ്ങളും പറയാന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എന്തിനാ ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു തന്നെ ഒരു സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളതെന്ന്. ആക്ച്വലി ദ തിങ് ഈസ് അത് അവർക്കൊരു ലേഡീസിൻ്റെ ലൈഫിൻ്റെ ഒരു ട്രാജക്ടറി അറിയാഞ്ഞിട്ടാണ് ഒരു പക്ഷേ. കാരണം രാവിലെ ഒരു 5-5:30 എണീച്ച് വീട്ടിലെ ജോലികളും ഈ പറയുന്ന മാതിരി ക്ലീനിങ്, കുക്കിംഗ്, കുട്ടികളെ റെഡിയാക്കുക, സ്കൂളിലേക്ക് വിടുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് പോണ വഴിക്കാവും ഒന്നിരിക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ രാവിലെ തൊട്ടിട്ട് അവർ ഈ ചെയ്യണതൊന്നും ഒരു എന്താ പറയുക ഇരുന്ന് കംഫർട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം തന്നെ നമ്മൾ നിന്നും കൊണ്ട് ചെയ്യണതാണ്. അപ്പം എന്താ വെച്ചാൽ ആകെ ഒരു കുറച്ചൊരു അരമണിക്കൂറൊക്കെ ട്രാവൽ ഉണ്ടെങ്കിൽ, ഒരു 20 മിനിറ്റ് ട്രാവൽ ഉണ്ടെങ്കിൽ ആ ടൈമാണ് ഒന്ന് ഇരിക്കുക, ഈ ഒരു ബാഗും തൂക്കി. അതിൽ അധികം ലേഡീസിനെ കണ്ടിട്ടില്ല. ജെൻസും ലേഡീസും ഒരേ ഓഫീസിലേക്ക് പോണവരാണെങ്കിലും ഞാൻ വളരെ അപൂർവമേ ആണുങ്ങളൊരു ബാഗൊക്കെ ക്യാരി ചെയ്തൊരു ബാക്ക് പാക്കൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഭയങ്കര ലൈറ്റാവും. പക്ഷേ ഐ ഡോണ്ട് നോ, ലേഡീസ് ആകുമ്പോൾ അതിലൊരുപാട് സാധനങ്ങൾ അവർക്ക് ഉണ്ടാവും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു ഖനമൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ എല്ലാ ഏജുകാരും കേട്ടോ. ഇനിയിപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരാണെങ്കിലും നല്ല വയസ്സുള്ള മുത്തശ്ശിമാരാണെങ്കിലും എല്ലാവരുടെ കയ്യിൽ എന്തെങ്കിലും അവർ ക്യാരി ചെയ്യാനുണ്ടാവും. ഇതൊക്കെ എടുത്തിങ്ങനെ ബസ്സിലിങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുന്ന സമയം ആ ഒരു സീറ്റ് എന്ന് പറയണതില്ലേ, അത് ഒരു ഔദാര്യമല്ല, അത് അവരുടെ ഒരു അവകാശം തന്നെയാണ്. കാരണം അവർ ഈ ഉണ്ടാക്കി ഈ രാവിലെ റെഡിയാക്കി കുട്ടികളെ വിടുന്നതും ആ വീട് മാനേജ് ചെയ്യണതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഇറ്റ് ഇസ് ഫോർ ദ ഫാമിലി. നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിൽ 2 പേരും വർക്ക് ചെയ്താലേ ഇന്നത്തെ കാലത്തെ മുന്നേക്ക് പോകുള്ളൂ. അതിൽ അധികവും ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടിട്ടേ അവർക്ക് ഈ കണ്ടറിഞ്ഞ് ചെയ്യാന്നുള്ള ഒരു സ്കില്ല് നമ്മൾ പഠിപ്പിക്കാത്തത് കൊണ്ട് അവർക്കത് അറിയണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ കണ്ടറിഞ്ഞ് ചെയ്യണവർ സ്ത്രീകൾ തന്നെയാണ്. അത് ഇനിയിപ്പം ഞാനീ പറയണത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇറ്റ്സ് എ ഫാക്ട്. ഇപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അറിയാം, ദേ ലുക്ക്, ദേ ഒബ്സർവ്. അവർ വെറുതെ കാണുകയല്ല, അവർ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് മിസ്സിങ് ഉണ്ടെങ്കിൽ ആ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമ്മൾ. വി ആർ ദോസ് പീപ്പിൾ, ദ വിമൻ. ആണുങ്ങൾ ചെയ്യാറില്ല എന്നല്ല, അവരുടെ ഒരു പോർട്ട്ഫോളിയോസ് ഡിഫറെൻറ്റ്, ടോട്ടലി വൈഡ് ഡിഫറെൻറ്റ്. അപ്പം അവർക്ക് ഈ സ്ത്രീകളെ പോലെ സംഗതികൾ പറഞ്ഞാൽ ഒരു പക്ഷെ ചെയ്യാവും, പക്ഷെ പറയാതെ ചെയ്യുന്ന ആളുകളില്ലേ, വളരെ അപൂർവം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 കൈയും കൊണ്ട് പിടിച്ചു വെച്ചുള്ള, ഇറ്റ്സ് വെരി റെയർ ദാറ്റ് മെൻ ആക്ച്വലി ഡു തിങ്സ് വിത്തൗട്ട് ബീങ് ടോൾഡ്. അസ്യൂം ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ സീറ്റ് എന്ന് പറയണതില്ലേ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നീഡ് ഫോർ ദ വിമൻ. അത് ആവശ്യമാണ് അവർക്ക്. അത് ആവശ്യമാണ് ഇൻ ദ സെൻസ് ആ ഒരു സമയം പാവം അവരൊന്നും ഇരിക്കല്ലോ. ഇത് കഴിഞ്ഞിപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് ഇതെല്ലാം ജോലിയൊക്കെ ചെയ്ത് ലാസ്റ്റിൽ വൈകുന്നേരം തിരിച്ച് വരുന്ന സമയം ആ തിരക്കുള്ള ബസ്സിലില്ലേ, ദേ നീഡ് ദാറ്റ്. അതാര് ആണ് അത് തീരുമാനിച്ചതെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ ആരാണെങ്കിലും മനുഷ്യത്തുള്ളവരാണ് ആ ഒരു ഡിസിഷനിലെത്തിയത്. ഓക്കെ, സീറ്റ്സ് ഫോർ വിമൻ ഇൻ ദ ബസ് റിസർവ്ഡ്. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു എന്താ പറയുക, ഔദാര്യമല്ല. ദാറ്റ്സ് ആക്ച്വലി ദ റൈറ്റ് ഓഫ് എ വുമൻ ബിക്കോസ് ഷീ ഈസ് എ വുമൻ. അത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് വാട്ട് ഷീ ഡസ് nobody else can do what a woman. ആണുങ്ങളിനി എത്ര നന്നായിട്ടെല്ലാം ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടെങ്കിലും ഇഫ് യു ടേക്ക് എ ഹെഡ് കൗണ്ട് യു വുഡ് അണ്ടർസ്റ്റാൻഡ് വെരി ലെസ്. വളരെ കുറച്ച് പേർക്കേ അതിന് പറ്റുള്ളൂ. അപ്പം വേറെ ഏകദേശം ഒരു 80% ലേഡീസും ഇത് സ്ഥിരം രാവിലെ നമ്മൾ കാണണ ഒരു പിക്ചർ. ഒരു ബസ്സിൽ കയറുന്ന സമയം വലിയ വലിയ സഞ്ചികളും ബാഗൊക്കെ ആയിട്ട് കയറുന്ന ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വയസ്സായ സ്ത്രീകൾ. സോ ദ സീറ്റ് ഇസ് എ റൈറ്റ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും